ടോം ടോക്സ് തൃശ്ശൂർ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ടോം ടോക്സ് തൃശ്ശൂർ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. UK രാജ്യത്തെ സ്കോട്ട്ലൻഡ് പ്രവിശ്യയുടെ തലസ്ഥാനമായ എഡിൻബറോയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ വടക്കേ മലനിരകളുടെ മധ്യേയുള്ള ലോക്നസ് എന്ന തടാക തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ തടാകം ഒരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇന്ന് നമുക്ക് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ കാണാം. LOCHNESS ലോക്നസ് എന്ന ഈ തടാക തീരം, ലോക്ക് എന്ന് പറയുന്നത് ലേക്ക് എന്ന അർത്ഥത്തിലുള്ള തടാകം, നെസ് എന്ന് പറയുന്നത് ഇവിടെയുള്ളൊരു പഴയകാല ഒരു മിത്ത്, ഒരു സങ്കല്പം, അങ്ങനെ ഒരു വാമൊഴി സങ്കല്പമുണ്ട്. അതായത് സദാ അലറിക്കൊണ്ടിരിക്കുന്ന ഭീമാകാരനായ ഒരു മോൺസ്റ്റർ, ഒരു സത്വം എന്ന് പറഞ്ഞ ഒരു ഭീകരജീവി ഈ തടാകവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള ഒരു സങ്കല്പം, അങ്ങനത്തെ ഒരു മിത്ത് ഇന്നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നു. വളരെ പ്രസിദ്ധമായ, വളരെ വിശാലമായ ഒരു വലിയ തടാകമാണത്. ഏറ്റവും ഭംഗിയോടെ, നല്ല വൃത്തിയോടെ, വെടിപ്പോടെ സൂക്ഷിക്കുന്ന ഒരു തടാകം. ഈ തടാകത്തിന് ഏതാണ്ട് 35 കിലോമീറ്റർ ദീർഘമായ നീളമുണ്ട്. അതുപോലെ തന്നെ 45ഓളം മീറ്റർ ആഴവുമുണ്ട്. വളരെ വലിയ, ഒത്തിരി ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന അതിവിശിഷ്ടമായ മനോഹര തീരമാണ് ഈ തടാകം. സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത്. ലോക്നസിന് മറ്റൊരു പേരും കൂടിയുണ്ട്, കാലിഡോണിയൽ കനാൽ എന്നും അറിയപ്പെടുന്നു. ലോക്നസ് തടാകത്തിന് കൃത്യം കിലോമീറ്റർ ദൂരം പറയുകയാണെങ്കിൽ 37 കിലോമീറ്റർ ദൂരമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ ഒരു മുഴുവൻ പ്രദേശവും ഇത് നീണ്ടുകിടക്കുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായ ആഴം 230 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിയതാണ്. 230 മീറ്റർ ഉണ്ട് ഇതിനാഴം. വളരെ നല്ല ആഴമുള്ള ഒരു തടാകമാണ്. ഈ പ്രദേശത്ത് വരുന്ന മുഴുവൻ ടൂറിസ്റ്റുകൾക്കും ബോട്ടിങ്ങിന് സൗകര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുമരകം പോലെയുള്ള ഹൗസ് ബോട്ടിംഗ് സർവീസ് പോലെ ഇവിടെ ഒറ്റയാൾ സഞ്ചരിക്കുന്ന ബോട്ടും, നമ്മൾ ഒരു വലിയ അഡ്വഞ്ചർ ട്രിപ്പ് പോലെ വരുന്ന, ഏകരായി ഒറ്റയ്ക്ക് ലോകത്തുനിന്ന് വരുന്ന സഞ്ചാരികളും, എന്നാൽ കുടുംബസമേതം താമസിക്കാവുന്നതും, എന്നാൽ 100 കണക്കിന് സഞ്ചാരികളെ ഒപ്പം കൊണ്ടുപോയി സൈറ്റ് സീയിങ് കാണിക്കുന്ന വലിയ വലിയ ബോട്ടുകളും ഇവിടെയുണ്ട്. എല്ലാം അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ളതാണ്. ഇതിൻ്റെ തീരം മുഴുവൻ വളരെ മനോഹരമായി കൽപ്പടവുകൾ വിരിച്ച് നന്നായിട്ട് സംരക്ഷിക്കുന്നു. ഇവിടെ വന്ന് ടൂറിസ്റ്റുകൾക്ക് ചൂണ്ടയിടുന്നതിനുമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അനേകായിരം ജനങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരുന്നു. പിന്നെയും ചില പ്രത്യേകതകളുണ്ട്. നമുക്കൊന്ന് തടാകം മുഴുവനായി കാണാൻ ശ്രമിക്കാം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ കാണുന്നത് പോലെയുള്ള ബോട്ടുകൾ ഫാമിലി ആയിട്ടും കൂട്ടമായിട്ടും കമ്മ്യൂണിറ്റി ആയിട്ടുമൊക്കെ സഞ്ചരിക്കാനുള്ള രീതിയിൽ ടിക്കറ്റ് എടുത്ത് നേരത്തെ ബുക്ക് ചെയ്ത്, ഓൺലൈനായിട്ടും ബുക്ക് ചെയ്ത് വരാൻ പറ്റും. ആ ടിക്കറ്റിനനുസരിച്ച് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൽ കയറാനും, ബോട്ടിന് 2 നിലകളായിട്ടുണ്ട്. മുകളിലെ നിലയിൽ ഇരുന്നാൽ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ പോകുന്നത് പോലെ നമുക്ക് ഈ തടാകത്തിലൂടെ 1 മണിക്കൂർ ദൂരം സഞ്ചരിക്കുന്നതിനും, അരമണിക്കൂർ സഞ്ചരിക്കുന്നതിനും, അതിലേറെ സമയം സഞ്ചരിക്കുന്നതിനും വിവിധ നിരക്കുകളിലുള്ള ടിക്കറ്റുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഈ തടാകത്തിൻ്റെ കനാലിൻ്റെ എൻഡ്, ഒരു കനാലുണ്ട്. ആ കനാലിൻ്റെ എൻഡ് വന്ന് വിശാലമായ തടാകത്തിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു ബോട്ടിന് അടുക്കാനുള്ള ഒരു പിയറാണ്. മുനമ്പ് പോലെ ഒരു കൽപ്പടവ് കെട്ടിവെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ വിശാലമായ തടാകം കാണാൻ കഴിയും.
മുഴുവൻ ശുദ്ധജലമാണ് ഇവിടെ ഉള്ളത്. ഈ പ്രദേശം മുഴുവൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്തിയെടുത്തിട്ടുള്ളതുകൊണ്ട് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഈ കനാൽ രൂപകൽപ്പന ചെയ്തത് 1822 തോമസ് ടെൽഫോർഡ് എന്ന UK-കാരൻ തന്നെയാണ്. ഈ കനാലിനൊരു പ്രത്യേകതയുണ്ട്. മുകളിൽ നിന്ന് കനാൽ താഴ്ന്ന പ്രദേശമായ തടാകത്തിലേക്ക് തട്ടുകളാക്കി വിവിധ ബ്ലോക്കുകളാക്കി തിരിച്ച് അതിൽ വെള്ളം നിറച്ച് ഓരോ ബ്ലോക്കിലേക്കും ബോട്ട് താഴ്ത്തിയിറക്കി കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചുറ്റിക്കറക്കം കഴിഞ്ഞു വരുന്ന ടൂറിസ്റ്റ് ബോട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 2 നിലയിലും നിറയെ ടൂറിസ്റ്റുകളുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന് ഫാമിലിയോടെയും കൂട്ടത്തോടെയും ഗ്രൂപ്പുകളായും ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നത്. ആ വലിയ തടാകത്തിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കനാലിലേക്കാണ് ആ ബോട്ട് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലോക്നസ് തടാകത്തിൽ നിന്ന് ഇങ്ങോട്ട് ഉയരത്തിലേക്ക് വെട്ടി കൊണ്ടുവന്നിട്ടുള്ള കനാലിന് മുകളിലാണ്. ഈ കനാലിനെ കാലിഡോണിയൻ കനാൽ എന്ന് പറയും. ഇവിടെ വളരെ ഈ 2 കൊടികൾ പാറുന്നത് കണ്ടില്ലേ? ഇത് ബോട്ടിലെ കച്ചമരത്തിൻ്റെ മേലുള്ള കൊടികളാണ്. ഇത് 2 ബോട്ടുകൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ കനാലിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ്. നോക്കൂ, ആളുകൾ നടന്നു പോകുന്നത് കനാലിനെ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗേറ്റാണ്, ഇരുമ്പ് വാതിലുകൾ. ഈ 2 വാതിലുകൾ തുറന്ന് വെള്ളം താഴേക്ക് പയ്യെ ഇറക്കിയിട്ട് അടുത്ത ബ്ലോക്കിലേക്ക്, അടുത്ത സെക്ഷനിലേക്ക് മാറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഞാൻ നിൽക്കുന്നതിൻ്റെ മുകളിൽ സ്റ്റെപ്പുകളിലാണ് ബോട്ട് നിൽക്കുന്നത്. താഴെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ താഴെ ഇതുപോലെ 22 ലോക്കുകളുണ്ട് ഈ കനാല് നിറച്ചത്. ഇപ്പോൾ കാണുന്നത് ഒരു 2 ഇരുമ്പ് വാതിലുകളാണ്. ഒരു 10-24 അടി ഹൈറ്റുള്ള ഉയരത്തിലുള്ള ഇരുമ്പ് വാതിലുകൾ വളരെ സ്ലൈറ്റായിട്ട് തുറന്ന് വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കും. ആ താഴേക്ക് വെള്ളം ഇറങ്ങുന്നതോടൊപ്പം തന്നെ മുകളിൽ നിൽക്കുന്ന ഈ കനാലിൻ്റെ സെക്ഷനിൽ ബ്ലോക്കിൽ 2 ബോട്ടുകളും താഴേക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഈ ഡോറ് പൂർണ്ണമായിട്ട് തുറന്നിട്ട് ഈ അടുത്ത ബ്ലോക്കിലേക്ക്, മുന്നിലുള്ള അടുത്ത ബ്ലോക്കിലേക്ക് ബോട്ടുകൾ നീങ്ങി വരും. ഈ പനാമ കനാലിൽ കപ്പൽ ചാലില്ലേ, അതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ബോട്ടുകൾ ഇറക്കുന്നു, താഴേക്ക് ഇറക്കി കൊണ്ടുവരുന്നു. കപ്പലിന് ബദല് എന്നുള്ളത്. ഇപ്പം ഞാൻ കടന്നു പോകുന്ന ഈ പാലം, ഇതുപോലെ 22 പാലങ്ങൾ ഈ കനാലിന് കുറച്ച് ദൂരത്തിനിടയിൽ ഉണ്ട് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പാലത്തിലൂടെ മൊബിലിറ്റി ബൈക്ക് ഓടിക്കാം, സൈക്കിൾ ഓടിക്കാം, സ്കൂട്ടർ ഓടിക്കാം, അതിനൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഈ ബോട്ട് താഴേക്ക് ഇറക്കി വരുന്ന സമയത്ത് ആളുകൾക്ക് കാണാൻ വേണ്ടി ഇവിടെ കയറി നിൽക്കാനും ഒന്നും ആരും തടസ്സം പറയുന്നില്ല. നമുക്കതിനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ബോട്ട് കടന്നു വരുന്ന ഏറ്റവും അടുത്ത വാതിലുകളിൽ നമുക്ക് കയറി നിൽക്കാൻ, അതിന് മുകളിലുള്ള പാലത്തിൽ കയറി നിൽക്കാൻ പറ്റില്ല. കാരണം ബോട്ടിന് കടന്നു വരേണ്ടതാണല്ലോ. ഞാനിത് പ്രത്യേകിച്ച് കാണിച്ചു തരുന്നത് ഇപ്പോൾ താഴ്ഭാഗമാണ്, മുകളിലേക്കാണ് കയറി പോകുന്നത്. മുകളിൽ ബോട്ട് നിൽക്കുന്നത് നേരത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 2 ബോട്ടുകൾ ഒരേ സമയം വന്ന് നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉയരത്തിൽ നിന്ന് വെള്ളം, കാരണം ഇങ്ങനെ കുത്തനെ ഒരു കുന്നുപോലെ സ്ഥലത്തു നിന്ന് തടാകത്തിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളം ഒരിക്കലും അവിടെ നിൽക്കില്ല, അങ്ങനെ കുത്തി ഒഴുകി പോയിക്കൊണ്ടിരിക്കില്ലേ. ആ കുത്തി ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കനാലും ഈ ഡോറുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വൈദ്യുതി കൊണ്ട് ആണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഒരു ചുമന്ന ബ്ലാക്ക് ചുവപ്പും നിറത്തിലുള്ള ബോക്സ്, അതാണ് ഇതിൻ്റെ വൈദ്യുതി സംവിധാനം നിയന്ത്രിക്കുന്നത്. ഈ ഗേറ്റുകൾ എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ബോട്ട് നിൽക്കുന്ന ആ ബ്ലോക്കിലെ വെള്ളത്തെ താഴത്തെ വെള്ളം കുറഞ്ഞ ബ്ലോക്കിലേക്ക് വെള്ളം കടത്തിവിടുന്നത് പ്രഷർ ഉപയോഗിച്ചിട്ടാണ്. അതിന് വെള്ളം താഴത്തെ ബ്ലോക്കിലേക്ക് കുറേശ്ശെ കടത്തിവിട്ടുകൊണ്ട് 2 ബ്ലോക്കുകളിലെയും വെള്ളം ഒരേ ലെവലിലാകുകയും അപ്പോൾ ബോട്ട്
അറിയാതെ ഒരേ ലെവലിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സംവിധാനമാണ് വൈദ്യുതി കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഗേറ്റിലും ഈ വൈദ്യുതി ബോക്സിൻ്റെ സംവിധാനം ഉണ്ട്. അത് ഓൺ ചെയ്യുകയും അത് തുറക്കുകയും ഓരോന്നായിട്ടാണ് തുറക്കുന്നതും അത് ക്ലോസ് ചെയ്യുന്നതും. നിറയെ നിൽക്കുന്ന വെള്ളം താഴെ പ്രഷർ ഉപയോഗിച്ച് കുറേശ്ശെയായിട്ട് മുന്നിലുള്ള വെള്ളം ഉയരം കുറഞ്ഞ ബ്ലോക്കിലേക്ക് കടത്തി വിട്ടിട്ട് ബോട്ട് നിൽക്കുന്ന ബ്ലോക്കിലെയും ബോട്ട് പ്രവേശിക്കേണ്ട ബ്ലോക്കിലെയും വെള്ളത്തിൻ്റെ ലെവല് ഒരേ ലെവലിലാക്കുകയും ചെയ്യുന്നു. നമ്മൾ അറിയാതെ തന്നെ ബോട്ട് പതുക്കെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സംവിധാനം. കണ്ടു നിൽക്കാൻ ഒത്തിരി കൗതുകം തോന്നുന്ന ഒരു സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഈ കനാലിൻ്റെ 2 തീരവും വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു വശം മുഴുവൻ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഷോപ്പുകളും മറ്റുമൊക്കെയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡ് ഈ കനാലിൻ്റെ ഉയരത്തിനനുസരിച്ച് പാരലായിട്ട് പോകുന്നൊരു റോഡും അതിനപ്പുറത്ത് ഈ തടാകത്തിൻ്റെ മറ്റൊരു കൈവഴിയും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ബോട്ട് ഇറങ്ങി വരുന്ന സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അതായത് ആദ്യത്തെ ബ്ലോക്കിൽ 2 ബോട്ടുകൾ ഒരേ ലെവലിൽ നിൽക്കുന്നു. അവിടെ നിന്ന് വെള്ളം പതുക്കെ അതിൻ്റെ മുന്നിലുള്ള ഗേറ്റ് തുറന്ന് വളരെ സ്ലോവിൽ തുറന്ന് മുന്നിലെ ബ്ലോക്കിലേക്ക് വെള്ളം പ്രഷർ ചെയ്ത് വരുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഈ ആൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു മോഡൽ. ഇത് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോറുകളുടെ കൺട്രോൾ യൂണിറ്റാണ്. ഈ കൺട്രോൾ യൂണിറ്റിൽ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇരുമ്പ് ഡോറുകൾ രണ്ടും വളരെ പതുക്കെ തുറക്കുന്നത്. വളരെ സ്ലൈറ്റായിട്ട് തുറന്ന് അതിൻ്റെ വിടവിലൂടെ വെള്ളം മുകളിൽ ഉയർന്നു നിൽക്കുന്ന വെള്ളം ഈ താഴത്തെ ബ്ലോക്കിലേക്ക് വരുന്നു. ആ വരുന്നതാണ് നമ്മളിപ്പോൾ വെള്ളം പതഞ്ഞൊഴുകുന്നത് കാണുന്നത്. ഇതൊഴുകി എത്തുന്നത് നേരെ അങ്ങ് പോകില്ല. അതിനടുത്ത വാതിൽ ക്ലോസ് ചെയ്തിട്ടിട്ടുള്ളതുകൊണ്ട് അവിടെ നിൽക്കും. ഇതിൻ്റെ ഉയരം അനുസരിച്ച് അപ്പുറത്തെ ബ്ലോക്കിലെ, അതായത് ബോട്ട് നിൽക്കുന്ന ബ്ലോക്കിലെ വെള്ളവും ഒരു ലെവലാകുമ്പോൾ ബോട്ട് പതുക്കെ താഴേക്ക് ഇറങ്ങി വരുന്നു, അതായത് അടുത്ത ബ്ലോക്കിലേക്ക്. ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഡോറ് തുറക്കാൻ പോവുകയാണ്. അത് വെള്ളം പ്രഷർ ചെയ്ത് കൃത്യമായിട്ട് 2 ബ്ലോക്കിലും, ബോട്ട് നിൽക്കുന്ന ബ്ലോക്കിലും ബോട്ട് അടുത്ത് പ്രവേശിക്കാൻ പോകുന്ന മുന്നിലെ ബ്ലോക്കിലും ഒരേ ലെവലിൽ വെള്ളം കൊണ്ടുവരുന്നു. എന്നിട്ട് ബോട്ട് ഈ പുതിയ മുന്നിലെ ബ്ലോക്കിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ആ വാതിലുകൾ തുറക്കുന്നത് കാണാം. ഇപ്പോൾ
ഇതാ മനോഹരമായ ആ കാഴ്ച. 2 ബോട്ടുകൾ ഒരു കനാലിലൂടെ ഒരേ സമയം പാരലലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിറയെ ടൂറിസ്റ്റുകളുണ്ട്, ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുള്ളവർ. അവർ ലോക്നസ് തടാകത്തിൽ പോയി വലിയൊരു സൈറ്റ് സീയിങ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനുള്ള താല്പര്യത്തോടു കൂടി കയറിയിരിക്കുകയാണ്. നമ്മുടെ മുന്നിലേക്ക് 2 ബോട്ടുകളും ഒരേ സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച കാണാൻ ഈ തടാകത്തിൻ്റെ കനാലിൻ്റെ തീരത്ത് ആയിരങ്ങളുണ്ട്. ഇത് യാത്ര ചെയ്യുന്നവർ കൂടാതെ ഇത് നോക്കിക്കാണുന്നവരുണ്ട്, ടിക്കറ്റ് എടുത്ത് അടുത്ത ബോട്ടിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതാ അങ്ങനെ മുന്നോട്ട് 2 ബോട്ടുകളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിനകത്ത് ഫ്ലൈറ്റിലെ പോലെ നമുക്ക് ഭക്ഷണം, ചായയും കാപ്പിയും ഒക്കെ കിട്ടും, ലഘുപാനീയങ്ങൾ കിട്ടും, വൈന് അതുപോലെയുള്ള ലിക്കർ ഐറ്റംസും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബോട്ടിനോടൊപ്പം തന്നെ വേണമെങ്കിൽ കൈ കൊണ്ട് തുഴഞ്ഞു പോകാവുന്ന ചെറിയ ബോട്ടുകൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊണ്ടുപോയിട്ട് തടാകത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. തടാകത്തിൻ്റെ തീരത്തിലൂടെ സൈക്കിൾ സവാരി ചെയ്യുന്നതിന് വേണ്ടി സൈക്കിൾ കൊണ്ടുപോകണമെങ്കിൽ അതും കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചൂണ്ടയിടുന്നതിനും വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ ടൂറിസ്റ്റുകളെ എല്ലാവിധത്തിലും സന്തോഷിപ്പിക്കാനുള്ള മോഡേൺ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ബോട്ടുകൾ ഒരേ സമയം നീങ്ങി വരുമ്പോൾ നമ്മുടെ കനാലിൻ്റെ കോൺക്രീറ്റ് തിണ്ടിൻ്റെ, അതായത് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഫുട്പാത്തിൻ്റെ ഇത് പറയുന്ന പോലെ നമുക്ക് കാലെടുത്ത് വെച്ച് കയറാവുന്ന രീതിയിൽ അത്ര അടുത്താണ് ബോട്ട് വരുന്നത്. ഈ ബോട്ടുകളിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ വളരെ ദീർഘമായ ദൂരം പോയി ഈ തടാകം മുഴുവൻ ചുറ്റി കാണുന്നതിന് അത് വളരെ മനോഹരമായൊരു പ്രകൃതി ദൃശ്യമാണ്. ഞാൻ നേരത്തെ ലോക്നസ് തടാകത്തിൻ്റെ സ്ഥലം, ഫോർട്ട് അഗസ്റ്റസിൻ്റെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നു. അത്രയും മനോഹരമായ ഈ തീരത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത് വലിയൊരു അനുഭവമാണ്. ഒത്തിരി ആളുകളെ ആകർഷിക്കുന്നു. നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താലേ നമുക്ക് കയറാനും പോകാനും സാധിക്കുകയുള്ളൂ. ഈ മനോഹരമായ വീഡിയോ ഇതെനിക്കൊരു വലിയൊരു ആദ്യത്തെ അനുഭവമാണ്. ഈ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. ടോം ടോക്സ് തൃശ്ശൂരിൻ്റെ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം പറയുകയാണ്. നിങ്ങളെല്ലാവരും ഇത് കാണുകയും അഭിപ്രായങ്ങൾ കുറിക്കുകയും വേണം. നമസ്കാരം.